നിങ്ങളുടെ ഇഷ്ട പരമ്പരകൾ എക്സ്ക്ലൂസീവായി സൺ നെക്സ്റ്റ് ആപ്പിലൂടെ തികച്ചും ഫ്രീ ആയി ഇപ്പോഴേ ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. അതോടെ അവസാനിക്കും. നിങ്ങളുടെയൊക്കെ സൂക്കേട് ഞാൻ അവസാനിപ്പിച്ചിരിക്കും. അതെ, നിന്നെ ആരും ഇവിടെ ഉപദ്രവിച്ചിട്ടൊന്നുമില്ല, മോശമായിട്ട് പെരുമാറിയിട്ടുമില്ല. ഇപ്പോഴും ഞാൻ പറയാ, ആ ഫയൽ നിന്റെ കയ്യിൽ തന്നെ ഉണ്ട്. അത് തിരിച്ചു വന്നാല് ഒരു കുഴപ്പവും സംഭവിക്കാതെ നിനക്ക് വീട്ടിൽ പോവാം. എന്റെ കയ്യിലില്ല, എനിക്കറിയില്ല. ഈ പറയുന്ന ഫയലുമായി എനിക്ക് യാതൊരു ബന്ധവും ഇല്ലെന്ന് ഞാൻ പലതവണ പറഞ്ഞു. ഇനി നിങ്ങൾക്ക് എന്താ ചെയ്യാൻ പറ്റാന്ന് വെച്ചാൽ അതങ്ങ് ചെയ്യും. ബാക്കി ഞാൻ നോക്കിക്കോളാം. ശിവദാസ് വരൂ. സാർ, ഒന്നും ആലോചിക്കാനില്ല. ഇത് കേസാക്കണം, അല്ലാതെ ഇത് തിരിച്ചു കിട്ടുമെന്ന് എനിക്ക് യാതൊരു വിശ്വാസമില്ല. അവള് നല്ല കാഞ്ഞ വിത്ത. പക്ഷെ അത് ഒരു പക്ഷേയില്ല സാർ. FIR ഇട്ട് രണ്ടിനെയും പിടിച്ച് അകത്താക്കിയിട്ട് റിമാൻഡ് ചെയ്യണം. അത് തന്നെയാ ചെയ്യേണ്ടത്. അങ്ങനെ വെറുതെ അങ്ങ് കേസാക്കാൻ പറ്റില്ല. അതിനകത്ത് ഒരുപാട് വിഷയമുണ്ട്. എന്ത് വിഷയം സാറേ? ഒരു വിഷയമില്ലെന്നേ സാറേ, അതേ നടക്കത്തുള്ളൂ. നമുക്ക് ആ ഫയൽ കിട്ടിയാൽ പോരെ ശിവദാസ്? അത് കിട്ടിയാൽ നമ്മുടെ കാര്യം കഴിഞ്ഞു. അതെ സാർ, അത് കിട്ടണ്ടേ? സാറേ നടക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. നമുക്കിപ്പോ എന്താ ആവശ്യം? അവരെ പിടിച്ച് അകത്തിടുക എന്നുള്ളതല്ല, ആ ഫയൽ കിട്ടുക എന്നുള്ളതാണ്. അതിനുള്ള വഴിയാണ് നമ്മൾ നോക്കേണ്ടത്. അത് നടക്കുന്ന ലക്ഷണം ഇല്ലെന്നാ ഞാൻ പറഞ്ഞത്. അവൾ എടുക്കുന്ന സാധ്യതയൊന്നും ഞാൻ കാണുന്നില്ല. കേസാക്കിയാൽ വരാവുന്ന ഏറ്റവും വലിയ പ്രശ്നം ഈ ഫയൽ ഒരു തൊണ്ടി മുതലാവും. പിന്നെ അത് കോടതിയിൽ നിന്ന് മാത്രമേ നമുക്ക് തിരിച്ചു കിട്ടൂ. പോലീസിന്റെ കസ്റ്റഡിയിലേക്കും പോവും. ഒരുപക്ഷെ ആ ഫയൽ കിട്ടിയാൽ തന്നെ അതിനൊരുപാട് സമയമെടുക്കും. പിന്നെ എന്തേ സർ, ഒരു വഴി പറ. ധൃതി വയ്ക്കാതെ നമുക്ക് കുറച്ചുകൂടി വെയിറ്റ് ചെയ്യാം. നമ്മൾ വിചാരിച്ചെടുത്ത് തന്നെ കാര്യങ്ങളെത്തും. അതുവരെ ഒന്ന് സമാധാനപ്പെട്. അതെങ്ങനെയാ സാർ? നമ്മൾ ഈ ക്രിമിനൽസിനെ പിടിച്ചുകൊണ്ടുവന്നൊന്ന് ചോദ്യം ചെയ്യുമ്പോഴേക്ക് അവരെല്ലാ സത്യങ്ങളും തുറന്നു പറയണമെന്നില്ല. അതിന് സമയമെടുക്കും. അങ്ങനെയാണെങ്കിൽ ഇവിടെ പോലീസും മൂന്നാം മുറയും ഒന്നും ഉണ്ടാവുമായിരുന്നില്ലല്ലോ. അവൾ പഠിച്ച കള്ളിയാണ്. കുറച്ച് സമയമെടുക്കേണ്ടി വരും. ലെറ്റ്സ് സീ. അഞ്ജിതേ, കുറച്ച് വെള്ളം എടുത്തിട്ടു. അമ്മയ്ക്ക് വേണോ വെള്ളം? വേണ്ട. ആകെ പുലിവാലായല്ലോ. ആ സ്വാമിനാഥൻ വക്കീലാണെങ്കിൽ ആരും പറഞ്ഞ കേൾക്കില്ല. എന്താ ചെയ്യ? ആരെ കൊണ്ട് പറയിപ്പിച്ചാലും എന്ത് ചെയ്തിട്ടാണെങ്കിലും ആ പരാതി പിൻവലിപ്പിച്ചേ പറ്റൂ. അത് തന്നെയാ ഞാനും ആലോചിക്കുന്നത്. അയാക്കെ കുറച്ച് പണം കൊടുത്താൽ നടക്കുന്ന കാര്യമാണെന്നാ എനിക്ക് തോന്നുന്നത്. കാര്യമൊക്കെ നടക്കുമായിരിക്കും. പക്ഷെ കാശ് കൊടുത്തു തുടങ്ങിയാലേ അതിങ്ങനെ കൊടുത്തുകൊണ്ടേയിരിക്കണം. അതിന് പിന്നെ ഒരു അന്തം ഉണ്ടാവില്ല. ഒക്കെ ശരിയാണ്, പക്ഷെ ആ വക്കീല് പിടുത്തം വിടില്ല. ഒന്നാമത് അയാൾക്ക് ശരണ്യ അയാളുടെ ജൂനിയർ ആണെന്നുള്ളൊരു സോഫ്റ്റ് കോർണർ കിടപ്പുണ്ട്. എന്ത് സോഫ്റ്റ് കോർണർ കിടപ്പുണ്ടെങ്കിലും പണം കണ്ട അത് താനെ ഇല്ലാതായിക്കോളും. താൻ ഈ പറയുന്ന അത്ര നിസ്സാരമല്ല കാര്യങ്ങള്. സംഗതി മിസ്സിംഗ് കേസാ. അതെ, അവള് ജീവിച്ചിരിപ്പുണ്ടോന്നുള്ള കാര്യം തന്നെ സംശയം. അച്ഛൻ എന്താ ഈ പറയുന്നേ? അവൾ എവിടെയെങ്കിലും വായി നോക്കാൻ പോയതിന് നമ്മൾ എന്ത് പഴിച്ചു? വായി നോക്കാൻ പോയാലേ എന്തിനു പോയാലും ഇപ്പൊ ഇവിടെയുള്ളവരുടെ സ്വസ്ഥത പോയില്ലേ? എവിടെയെങ്കിലും പോയി ചത്തു തൊലഞ്ഞ സമാധാനം കിട്ടിയേനെ. കിട്ടും. ഇപ്പൊ ഒന്ന് കാണാതായതേ ഉള്ളൂ. നന്ദനെ അറസ്റ്റ് ചെയ്യാനുള്ള എല്ലാ വകുപ്പും ആയിക്കഴിഞ്ഞു. അതുകൊണ്ട് തന്നെ ഞാൻ പറയുന്നത്, അയാൾക്ക് എത്രയാ വേണ്ടെന്ന് വെച്ചാ അത് കൊടുത്ത് നമുക്കിതിന്ന് തലയൂരാം. തൽക്കാലം അതാ നല്ലത്. നീ മിണ്ടി പോരുത്. നിന്റെ ഒറ്റൊരാളുടെ മണ്ടത്തരം കാരണോ ഇത് ഇത്രയും വഷളായത്. ബുദ്ധിയില്ലാത്ത കഴുത. ഇതാ ഇപ്പൊ നന്നായ. ഞാൻ എന്ത് ചെയ്തെന്നാ? എന്ത് ചെയ്തെന്നാ? ഈ നാട്ടിൽ എത്ര മിസ്സിംഗ് കേസ് നടക്കുന്നു? എല്ലാം അപ്പൊ തന്നെ ഓടിച്ചെന്ന് പോലീസ് സ്റ്റേഷനെ അറിയിച്ചോണ്ടിരിക്കുകയാണ്. മനുഷ്യനായ കുറച്ചൊക്കെ വകതിരിവ് വേണം. അതെങ്ങനെയാ? അല്ലെങ്കിൽ തന്നെ ശരണ്യ എവിടെ ആരോടെങ്കിലും പറഞ്ഞിട്ടാണോ എവിടേക്കെങ്കിലും പോകാറുള്ളത്? അവക്ക് തോന്നുമ്പം വരും, തോന്നുമ്പം പോവും. ആ, അതേനെ ഞാനും ഉദ്ദേശിച്ചുള്ളൂ. അവളുടെ തന്നിഷ്ടം കൊണ്ടുണ്ടായതാ ഇതൊക്കെ.
ഞാൻ പറഞ്ഞത് തെറ്റുണ്ടെന്നൊന്നും എനിക്ക് തോന്നുന്നില്ല. അതെ, എടുത്തിയാട്ടം കൊണ്ട് ഒരു കാര്യമില്ലെന്ന് ഞാൻ പറഞ്ഞുള്ളൂ. ഇതിപ്പോ ഇത്രയും വലിയ കുരിശാവുന്ന ഞാൻ കരുതിയോ? ആ നാശം പിടിച്ചത് എന്നിവിടെ വന്നു, അന്ന് തുടങ്ങിയ കഷ്ടകാലമാ. സത്യം പറയാലോ, ഈ കല്യാണം തന്നെ എനിക്ക് താല്പര്യമില്ലായിരുന്നു. അത് അന്ന് ഞാൻ തുറന്നു പറയുകയും ചെയ്തതാ. അതെങ്ങനെ? ആരാ ഈ കല്യാണത്തിന് കൂടുതലും കൂട്ടുനിന്നത്? അച്ഛൻ അന്ന് കൂട്ടുനിന്നത് കൊണ്ട് മാത്രം ഈ കല്യാണം നടന്നത് തന്നെ. എന്തായാലും നടന്നത് നടന്നു. ഇനിയിപ്പോ അതൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. ഇനി എന്ത് വേണമെന്ന് ആലോചിക്കേ. എന്താലോചിക്കാൻ? ഇനിയിപ്പോ തെറ്റുകാരൻ ഞാൻ മാത്രമാ. ഇനിയിപ്പോ അങ്ങോട്ടുള്ള കാര്യമേ ഞാൻ മാത്രം നോക്കിക്കോളാം. എന്ന് വെച്ചാ നിങ്ങളുടെ ആരുടെ ഒരു സഹായം എനിക്ക് വേണ്ടെന്ന്. എന്ത് വേണമെന്ന് എനിക്കറിയാം. ഛെ. ആരാ ഈ വിളിക്കുന്നേ? ഒരാവശ്യത്തിന് വിളിച്ച കിട്ടത്തുമില്ല. ദേവ്, നന്ദന്റെ കാര്യത്തിൽ എന്തെങ്കിലും തീരുമാനിച്ചോ? നന്ദന്റെ കാര്യം അല്ലല്ലോ, അതിലും പ്രധാനപ്പെട്ട കാര്യം വിട്ടുപോയോ? എന്ത്? ദിയയുടെ അമ്മ വിളിച്ച കാര്യം ഞാൻ നിന്നോട് പറഞ്ഞില്ലേ? എന്തെങ്കിലും ഉടനെ ചെയ്തേ പറ്റൂ. നന്ദന്റെ കാര്യത്തിനേക്കാൾ മുൻതൂക്കം ഈ കാര്യത്തിന് കൊടുക്കണോ? വേണം. ഇപ്പൊ ഇത് തന്നെയാ പ്രധാനം. ദിയെ അറസ്റ്റ് ചെയ്തതിന് പിന്നെ കളിച്ചത് ആ നന്ദിതയാ. ആണോ? ആ എസ് ഐ എന്താ പറഞ്ഞേ? ആ ഫയലും മോഷ്ടിച്ച കേസിലാ ദിയ പിടിക്കപ്പെട്ടത്. ഞാൻ കമ്പനി നടത്തിയിട്ടുള്ള പല കള്ളത്തരങ്ങളും ദിയയ്ക്കറിയാം. ശ്ശോ, അതുകൊണ്ട് തന്നെ ഇപ്പൊ എനിക്ക് അവളെ ഹെൽപ്പ് ചെയ്തേ പറ്റൂ. ശ്ശോ, എന്റെ ദൈവമേ, ആകെ പ്രശ്നമായല്ലോ. രോഹിണി, ശ്ശോ. എല്ലാം കൂടി ആകെ സ്വസ്ഥതയും പോയി സമാധാനവും പോയി. ഒന്നും സംഭവിക്കില്ല, ഞാൻ നോക്കിക്കൊള്ളാം. എന്ത് നോക്കിക്കോളാന്ന്? അവളുടെ കാര്യം നോക്കുമായിരിക്കും. എന്റെ മോന്റെ കാര്യം അതാ എനിക്കറിയണ്ടേ. അതല്ലേ ഏർപ്പാടാക്കിയ കാര്യമല്ലേ? അവൻ ഒരു കുഴപ്പവും സംഭവിക്കാതെ എസ് ഐ നോക്കിക്കൊള്ളാന്ന് പറഞ്ഞല്ലേ? ഏർപ്പാടാക്കിയതല്ലേ ഉള്ളൂ. അയാളെ അങ്ങനെ അങ്ങ് വിശ്വസിക്കാനൊന്നും പറ്റില്ല. ദേ, ഇപ്പൊ ആദ്യം നന്ദന്റെ കാര്യം, അത് കഴിഞ്ഞു മതി ദിയ. ആദ്യം അകത്ത് കിടക്കുന്ന ആളുടെ കാര്യം ഒരു തീരുമാനമാവട്ടെ. പിന്നല്ലേ അറസ്റ്റിനെ കുറിച്ച് ആലോചിച്ചുകൊണ്ടിരിക്കുന്ന നന്ദന്റെ കാര്യം. നന്ദന്റെ കാര്യത്തിൽ ഒരു കുഴപ്പം വരാതെ അയാൾ നോക്കിക്കൊള്ളും. ഓ, ഹലോ. ഹലോ, ആ നന്ദൻ, എനിക്ക് വളരെ അത്യാവശ്യമായി നിങ്ങളൊന്ന് കാണണം. എന്താ സർ? ശരണ്യയുടെ മിസ്സിംഗ് കേസുമായി ബന്ധപ്പെട്ട് കുറച്ച് കാര്യങ്ങൾ സംസാരിക്കാനുണ്ടായിരുന്നു. അല്ല സർ, ഞാൻ നിങ്ങളുടെ ഭാര്യയുടെ മിസ്സിംഗ് കേസുമായി ബന്ധപ്പെട്ട് പിന്നെ ഞാൻ നാട്ടുകാരെയാണ് പിടിച്ച് ചോദ്യം ചെയ്യണം. അത്യാവശ്യമായി എന്നെ വന്ന് കാണണം. ലേറ്റ് ആയാലും ഇന്ന് തന്നെ വന്ന് കണ്ടേ പറ്റൂ. ഓക്കെ? ഓക്കെ.